നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ശക്തമാകുന്നതിനിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് തെരഞ്ഞെടുപ്പ് സമിതി അംഗീകാരം നൽകി. 31 സ്ഥാനാർത്ഥികളെ ഉൾപ്പെടുത്തിയ പട്ടികയാണ് നിലവിൽ തയ്യാറാക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച ഉടൻ തന്നെ പട്ടിക ഔദ്യോഗികമായി പുറത്തിറക്കുമെന്ന പാർട്ടി നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദൻ മിസ്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച അന്തിമ ധാരണയായത്. യോഗത്തിൽ നിരവധി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് വിശദമായ ചർച്ചകൾ നടന്നു. സിറ്റിംഗ് എംഎൽഎമാരിൽ ഭൂരിഭാഗം പേരെയും വീണ്ടും അവരുടെ മണ്ഡലങ്ങളിൽ തന്നെ മത്സരിപ്പിക്കാനാണ് പാർട്ടി തീരുമാനിച്ചത്. 3 സിറ്റിംഗ് എംഎൽഎമാരെ മാത്രമാണ് നിലവിലെ പട്ടികയിൽ നിന്ന് മാറ്റി നിർത്തിയത്. ബാക്കി എല്ലാ എംഎൽഎമാരും തങ്ങളുടെ മണ്ഡലങ്ങളിൽ തന്നെ വീണ്ടും മത്സരിക്കുമെന്നാണ് തീരുമാനം. പാർട്ടിയുടെ സംഘടനാതലത്തിലുള്ള റിപ്പോർട്ടുകളും പ്രാദേശിക രാഷ്ട്രീയ സാഹചര്യങ്ങളും വിലയിരുത്തിയ ശേഷമാണ് ഈ തീരുമാനം കൈക്കൊണ്ടത്. പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായ കെ.സി. വേണുഗോപാൽ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച വിവരം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ പട്ടിക പുറത്തുവിടുമെന്ന് അദ്ദേഹം അറിയിച്ചു. ഈ ഘട്ടത്തിൽ 3 പ്രധാന എംഎൽഎമാരെയാണ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ, കെ. ബാബു, എൽദോസ് എന്നിവരാണ് മാറ്റി നിർത്തപ്പെട്ടവർ. ഓരോരുത്തരുടെയും കാര്യത്തിൽ വ്യത്യസ്ത കാരണങ്ങളാണ് പാർട്ടി നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത്. ലൈംഗിക ആരോപണമുയർന്ന പശ്ചാത്തലത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിലവിലെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് ഇദ്ദേഹത്തെ നേരത്തെ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. എന്നിരുന്നാലും കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പാലക്കാട് മണ്ഡലത്തിൽ അദ്ദേഹം സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇനിയും മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് പാർട്ടി തീരുമാനിക്കുന്നതുപോലെ കാര്യങ്ങൾ നടക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. തൃപ്പുണിത്തുറ എംഎൽഎയായ കെ. ബാബു ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി മത്സരത്തിൽ നിന്ന് പിന്മാറാൻ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ദീർഘകാലം സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കാനുള്ള തീരുമാനമാണ് എടുത്തത്. അദ്ദേഹത്തിന്റെ തീരുമാനത്തെ പാർട്ടി നേതൃത്വം ബഹുമാനിച്ചുവെന്നാണ് റിപ്പോർട്ട്. പെരുമ്പാവൂർ എംഎൽഎ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. അദ്ദേഹത്തിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ വിശദാംശങ്ങൾ സ്ക്രീനിംഗ് കമ്മിറ്റി പരിശോധിച്ച ശേഷമായിരിക്കും പാർട്ടി അന്തിമ നിലപാട് പ്രഖ്യാപിക്കുക. അതിനാൽ തന്നെ ഈ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. ഇതേസമയം ലോക്സഭാ എംപിമാരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കേണ്ടെന്ന നിലപാടാണ് പാർട്ടിയുടെ ദേശീയ നേതൃത്വം സ്വീകരിച്ചത്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാൻ താൽപ്പര്യമുണ്ടെന്ന് ചില എംപിമാർ അറിയിച്ചിരുന്നെങ്കിലും ഇത്തവണ അവരെ പരിഗണിക്കേണ്ടതില്ലെന്നാണ് തീരുമാനം. കെ.സി. സുധാകരൻ നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള സന്നദ്ധത മുമ്പ് അറിയിച്ചിരുന്നെങ്കിലും ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം അതിനെ ബാധിച്ചിരിക്കുകയാണ്. അതേസമയം ഷാഫി പറമ്പിൽ താൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. സിറ്റിംഗ് എംഎൽഎമാരിൽ പലർക്കും വീണ്ടും അവസരം നൽകിയിട്ടുണ്ട്. പേരാവൂർ മണ്ഡലത്തിൽ സണ്ണി ജോസഫ്, ഇരിക്കൂരിൽ സജീവ് ജോസഫ്, സുൽത്താൻ ബത്തേരിയിൽ ഐ.സി. ബാലകൃഷ്ണൻ എന്നിവർക്കാണ് വീണ്ടും അവസരം ലഭിച്ചത്. വയനാട് ജില്ലയിൽ കൽപ്പറ്റ മണ്ഡലത്തിൽ ടി. സിദ്ദിഖ് വീണ്ടും മത്സരിക്കും. വണ്ടൂരിൽ എ.പി. അനിൽകുമാറും നിലമ്പൂരിൽ ആര്യദാൻ ഷൗക്കത്തും സ്ഥാനാർത്ഥികളാകും. എറണാകുളം ജില്ലയിൽ ചാലക്കുടിയിൽ സനേഷ് കുമാർ ജോസഫ്, അങ്കമാലിയിൽ റോജി എൻ. ജോൺ, ആലുവയിൽ അൻവർ സാദാത്ത് എന്നിവർ വീണ്ടും മത്സരിക്കും. പറവൂരിൽ പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശൻ മത്സരിക്കും. എറണാകുളം മണ്ഡലത്തിൽ ടി.ജെ. വിനോദിനും തൃക്കാക്കരയിൽ ഉമാ തോമസിനും വീണ്ടും അവസരം നൽകിയിട്ടുണ്ട്. മൂവാറ്റുപുഴയിൽ മാത്യു കുഴൽനാടൻ മത്സരിക്കും. കോട്ടയം മണ്ഡലത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻക്കും വീണ്ടും അവസരം നൽകിയിട്ടുണ്ട്. ഹരിപ്പാട്ട് രമേശ് ചെന്നിത്തല വീണ്ടും മത്സരിക്കും. കൊല്ലം ജില്ലയിൽ കരുണാകപ്പള്ളിയിൽ സി.ആർ. മഹേഷും കുണ്ടറയിൽ പി.സി. വിഷ്ണുനാഥും സ്ഥാനാർത്ഥികളാകും. കോവലത്ത് മാസ്റ്റർ വിൻസെന്റ് വീണ്ടും മത്സരിക്കും. ഇതിനു പുറമെ ചില മണ്ഡലങ്ങളിൽ പുതിയ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും ധാരണയായി. വട്ടിയൂർക്കാവിൽ കെ. മുരളീധരൻ മത്സരിക്കും. കുന്നത്തുകാട്ടിൽ വി.പി.എസ്. സജീന്ദ്രനും മണലൂരിൽ ടി.എൻ. പ്രതാപനും സ്ഥാനാർത്ഥികളാകും. കൊടുങ്ങല്ലൂരിൽ ഒ.ജെ. ജാനുഷും കൊട്ടാരക്കരയിൽ ആയിഷ പോട്ടിയും മത്സരിക്കും. പത്തനാപുരത്ത് ജ്യോതികുമാർ ചമക്കാലയും തൃത്താളയിൽ വി.ടി. ബലരാമും രംഗത്തുണ്ടാകും. കോഴിക്കോടിനടുത്തുള്ള ചില മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു. കൊയിലാണ്ടിയിൽ കെ. പ്രവീൺകുമാറും നാദാപുരത്ത് കെ.എം. അഭിജിത്തും മത്സരിക്കും. കോഴിക്കോട് നോർത്തിൽ കെ. ജയന്തും എലത്തൂരിൽ വിദ്യാ ബാലകൃഷ്ണനും സ്ഥാനാർത്ഥികളാകും. പൊന്നാനിയിൽ കെ. നൌഷാദ് അലിയും മത്സരിക്കും. ആകെ കൂടി നോക്കുമ്പോൾ നിലവിലെ എംഎൽഎമാരെ വലിയ തോതിൽ നിലനിർത്തിക്കൊണ്ടുള്ള പട്ടികയാണ് കോൺഗ്രസ് തയ്യാറാക്കിയിരിക്കുന്നത്. സംഘടനാ തലത്തിലുള്ള റിപ്പോർട്ടുകളും പ്രാദേശിക രാഷ്ട്രീയ സാഹചര്യങ്ങളും വിലയിരുത്തിയാണ് സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുത്തതെന്ന് പാർട്ടി നേതൃത്വം വ്യക്തമാക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് മുന്നൊരുക്കങ്ങൾ വേഗത്തിലാക്കുകയാണ്.
ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം ലഭിച്ചതോടെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാകുമെന്ന് നേതൃത്വം വിലയിരുത്തുന്നു.